രവീന്ദ്രനെ അപമാനിച്ച ഒരു പ്രശ്നമുണ്ടാക്കുന്നതിനെ പറ്റി മഹിമയും ഏർപ്പാടാക്കിയ ആളും തമ്മിൽ സംസാരിക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് മഹിമ ഏർപ്പാടാക്കിയ ആളുകൾ രവീന്ദ്രനെ സച്ചിനെ ആഹാരം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നതോടെ സച്ചിൻ രവീന്ദ്രനും ആഹാരം കഴിക്കാനായി പോകുന്നു. ഇതേസമയം പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ച് മധുസൂദനൻ മഹിമയോട് ദേഷ്യപ്പെടുമ്പോൾ മഹിമ രവീന്ദ്രനെ അപമാനിച്ചൊരു പ്രശ്നമുണ്ടാക്കുന്നതിനെ പറ്റി പറയുകയും എന്തായാലും ഇന്ന് നമ്മൾ ശ്രീകാന്തിനെ വർഷനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും പറയുന്നു. ഇത് കേട്ട് മധുസൂദനന് സന്തോഷമാകുന്നു. പിന്നീട് മഹിമ ഏർപ്പാടാക്കിയ ആളുകൾ രവീന്ദ്രനെ സച്ചിനെ ആഹാരം കഴിക്കാനായി ഇരുത്തുന്നു. ശേഷം ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലാൻ നടപ്പിലാക്കണമെന്ന് മഹിമ ഏർപ്പാടാക്കിയവർക്ക് നിർദ്ദേശം നൽകുന്നു. എന്നാൽ പ്രശ്നമുണ്ടാക്കാനായി മഹിമയും മധുസൂദനും അവിടെ എത്തുമ്പോൾ സച്ചിൻ രവീന്ദ്രനും അവരുടെ സീറ്റിൽ 2 കുഞ്ഞുങ്ങളെ ഇരുത്തി ആഹാരം വിളമ്പി കൊടുക്കുന്നത് കാണുന്നു. ഇത് കണ്ട് വീണ്ടും പ്ലാൻ പൊട്ടിപ്പോയല്ലോ എന്നോർത്ത് മഹിമ ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ഇവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളാണെന്നും ഇവർ ഇവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് മഹിമ ദേഷ്യപ്പെടുമ്പോൾ രവീന്ദ്ര മഹിമയ്ക്ക് കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് നമ്മുടെ പ്ലാൻ പാളിയല്ലോ എന്ന് ഏർപ്പാടാക്കിയവർ പറയുന്നത് കേട്ട് സച്ചിക്ക് മഹിമയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാവുകയും മഹിമയ്ക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ദൃഷ്ടിദോഷം മാറ്റാനായി ശ്രുതിനെ വിളിക്കാൻ പറയുന്ന ഭാമയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു. തുടർന്ന് ഭാമ ആൻറ്റി ശ്രുതിനെ വിളിക്കാനായി രേവതിയെ പറഞ്ഞു വിടുന്നു. ശേഷം രേവതി വിളിക്കുന്നതിനെ തുടർന്ന് ശ്രുതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് ആഭരണങ്ങളെല്ലാം അയച്ചു വെക്കുന്ന വർഷനെ കാണിക്കുന്നു. ശേഷം ആഭരണങ്ങൾ പെട്ടിയിലാക്കി ശ്രീകാന്തും വർഷയും ചേർന്ന് അലമാരയിൽ വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് വർഷനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഭാമ രേവതിനെ പറഞ്ഞു വിടുന്നു. തുടർന്ന് മുറിയിലെത്തുന്ന രേവതി പൂമാലയിൽ വർഷയുടെ മാല കുടുങ്ങിക്കിടക്കുന്നത് കാണുകയും വർഷയുടെ കയ്യിൽ കൊടുക്കാനായി അത് ഊരിയെടുക്കാൻ നോക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന മധുസൂദനൻ നീ കള്ളിയാണെന്നും നീ എൻ്റെ മകളുടെ മാല മോഷ്ടിക്കാൻ നോക്കുകയായിരുന്നില്ലേ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുകയും മഹിമേനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. തുടർന്ന് മഹിമയും രേവതിയോട് ദേഷ്യപ്പെടുകയും നീ കള്ളിയാണെന്നും പറയുന്നു. ഇതേസമയം ചന്ദ്രമതിയും ഭാമയും ശ്രുതിയും സുതിയും എല്ലാം ബഹളം കേട്ട് അവിടേക്ക് പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.